യഥാർത്ഥ തവക്കുൽ വിവാഹത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. എന്താ, ഞാൻ എങ്ങനെയാണ് ജീവിച്ചു പോയിക്കോളും. കാർക്കി ചുത്തുപ്പുന്ന കഫത്തിൽ ബ്ലഡ് കണ്ടു തുടങ്ങുന്നിടത്ത് ഒരാളെ ആവശ്യമുണ്ട്. ഉപ്പയോ ഉമ്മയോ മരിച്ചാൽ ഉപ്പറ്റക്കുള്ള റൂമിൽ, ഉപ്പ തനിച്ചുറങ്ങുന്ന റൂമിൽ വാപ്പ ഉമ്മയുള്ള കാലത്തെക്കാളും വലിയ ഡീപ്പായ ഒരു വേദന അനുഭവിക്കുന്നുണ്ടെന്ന് മക്കൾ മനസ്സിലാക്കണം. അവരെ ചിലപ്പോ വയസ്സായപ്പോ 2 ബെഡിലൊക്കെ ആയിരിക്കും ഉറങ്ങണത്. നമ്മൾ വിചാരിക്കും അവർ തമ്മിൽ ഹൃദയത്തിന്റെ ബന്ധമില്ലെന്ന്. അവർ തമ്മിൽ ആഴമുള്ള ഹൃദയത്തിന്റെ ബന്ധമുണ്ട്. അവർ തമ്മിൽ ഒരിക്കലും വിവരിക്കാൻ കഴിയാത്ത ഹൃദയത്തിന്റെ ബന്ധമുണ്ട്. ഒരു കാരണോല് റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് മക്കൾ പറയാണ്. ഇറങ്ങിയാ മൂപ്പര് പള്ളിക്ക് പോയിരിക്കാണ് എന്ന് പറയാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാചകണ്ട്, ഞാനെന്നും ചൂടാകും, അവളൊന്നും പ്രതികരിക്കില്ല. ഈ മരിക്കണ അന്ന് ഞാൻ അവിടെ വന്ന് ഇരുന്ന് ഞാൻ അവളോട് ഉച്ചക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, ഉച്ചക്ക് കട്ടൻ ചായ? ഞാൻ അവിടെ നല്ല ചോറും പയറും നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞതൻ കേട്ടാ മതിച്ച് എന്ന് പറഞ്ഞപ്പോ അതെന്നല്ലേ ഞാൻ എപ്പോഴും ചെയ്യലെന്ന് പറഞ്ഞ അവള് ചായ ഉണ്ടാക്കാൻ പോയതാ. പക്ഷേ വരാത്തത് കണ്ടപ്പോ ഉള്ളിൽ കുറച്ചൊരു ദേഷ്യത്തോടു കൂടെ ഞാൻ ചെന്നോക്കുമ്പോ മൗലവി മരിച്ചു കിടക്കാണോള്, മരിച്ചു കിടക്കാണ്, ചായ അവിടെ തിളക്കനുണ്ട് അല്ലേ. അവള് ജയിച്ചു, ഞാൻ തോറ്റു, ഞാൻ ഇസ്തിഗ്ഫാറിലാണ്. മക്കളോട് പറയും, അവളുടെ ഖബർ അവിടെ ഉണ്ടല്ലോ, എനിക്കൊരു സമാധാനം. ഇവിടേക്ക് എത്തരുത്, ഇവിടേക്ക് എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ നിങ്ങൾ, ഈ തവനൂരില് മുമ്പൊരിക്കെ നമ്മളെല്ലാവരുടെയും പീസ് റേഡിയോന്റെ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. പോയ സമയത്ത് അവിടെ ഒത്തുകൂടിയിരുന്ന അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ, സ്ത്രീകളൊക്കെ പറഞ്ഞെന്താ അറിയോ, പല കാരണങ്ങളാൽ വിവാഹം കഴിക്കാത്തവരാണ് അവര്. അവസാനം അവരെ സംരക്ഷിക്കാൻ ആളില്ലാതെ ഈ ചോരത്തളപ്പൊക്കെ അവസാനിക്കും. കുട്ടികളെ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ സുരക്ഷിതമായ ഒരാളിലേക്ക് എത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം.